എനിക്ക് ഏറെ പ്രിയങ്കരായ എൻ്റെ LPST UPST ഉദ്യോഗാർത്ഥികളെ, ഇന്ന് നിങ്ങൾക്കായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചില്ലറക്കാരനെയല്ല, മറിച്ച് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ സങ്കല്പങ്ങളെപ്പോലും മാറ്റിമറിച്ച ആധുനിക വിദ്യാഭ്യാസ മേഖലയിൽ നിർണായക സ്വാധീനം വഹിച്ചിട്ടുള്ള, നിർണായക സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ്. അത് മറ്റാരുമല്ല, എഡ്വേർഡ് ലീ തോണ്ടെക് എന്ന് പറയുന്ന മഹാനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ ഇൻട്രൊഡക്ഷനിൽ ഇത്രത്തോളം മനോഹരമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ ഞാൻ അഭിസംബോധന ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇനി എടുക്കാൻ പോകുന്ന ക്ലാസിൻ്റെ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് അത് മറുപടിയായി തരുന്നതായിരിക്കും. ആരാണ് എഡ്വേർഡ് ലീ തോണ്ടെക് എന്ന് പറയുന്നത്? ഹാർവാർഡ് സർവകലാശാലയിൽ വില്യം ജെയിംസിന്റെ വിദ്യാർത്ഥിയായിരുന്നു ആരെന്ന് പറയുന്നത്? എഡ്വേർഡ് ലീ തോണ്ടെക് എന്ന് പറയുന്നത്. ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവായ വില്യം ജെയിംസിന്റെ ശിഷ്യൻ. സ്വാഭാവികമായും അദ്ദേഹം അടിസ്ഥാനപരമായി മനഃശാസ്ത്ര പഠനങ്ങൾ കണ്ടുവളർന്ന ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ധർമ്മവാദം എന്ന് പറയുന്ന, ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടിന്റെ വക്താവായിട്ടുള്ള വില്യം ജെയിംസിന്റെ ശിഷ്യനായിരുന്നു ആര്? ഈ പറയുന്ന എഡ്വേർഡ് ലീ തോണ്ടെക് എന്ന് പറയുന്നത്. എന്താണ് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം കൊളംബിയ സർവകലാശാലയിൽ പ്രൊഫസറായിരുന്നു. കൊളംബിയ സർവകലാശാലയിൽ പ്രൊഫസറായിരുന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? എഡ്വേർഡ് ലീ തോണ്ടെക് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, 1898 ആ ചരിത്ര സംഭവം അരങ്ങേറുന്നത്. എന്താണ് 1898 ആ ചരിത്ര സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൃഗങ്ങളിലെ ബുദ്ധിയെക്കുറിച്ചുള്ള പഠനത്തിന് ഡോക്ടറൽ ബിരുദം ലഭിക്കുകയാണ് ഇദ്ദേഹത്തിന്. അനിമൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള പഠനത്തിന്, മൃഗങ്ങളിലെ ബുദ്ധിയെക്കുറിച്ചുള്ള പഠനത്തിന് അദ്ദേഹത്തിന് ഡോക്ടറൽ ബിരുദം നേടി, ഡോക്ടറൽ ബിരുദം ലഭിച്ചു. ഇവിടെ നിന്നാണ് ഇതിൻ്റെ പലതിൻ്റെയും തുടക്കം അരങ്ങേറുന്നത്. 1898 അനിമൽ ഇന്റലിജൻസ് എന്ന പ്രബന്ധത്തിലൂടെ ഡോക്ടറൽ ബിരുദം നേടിയ എഡ്വേർഡ് ലീ തോണ്ടെക് ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് അനിമൽ ഇന്റലിജൻസ്, ദ സൈക്കോളജി ഓഫ് അരിത്തമെറ്റിക് ഹ്യൂമൻ ലേണിംഗ്. അനിമൽ ഇന്റലിജൻസ്, ദ സൈക്കോളജി ഓഫ് അരിത്തമെറ്റിക് ഹ്യൂമൻ ലേണിംഗ്. ഈ 3 പുസ്തകങ്ങളും എൻ്റെ ഉദ്യോഗാർത്ഥികൾ കൃത്യമായും പഠിച്ചിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ ഈ 3 പുസ്തകങ്ങളും പഠിച്ചിരിക്കണം. അനിമൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പുസ്തകം, ദ സൈക്കോളജി ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്ന പുസ്തകം, ഹ്യൂമൻ ലേണിംഗ് എന്ന് പറയുന്ന പുസ്തകം. ഈ 3 പുസ്തകങ്ങളും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് അനിമൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഹി വാസ് അവാർഡഡ് ഡോക്ടറേറ്റ് ഇൻ 1898. 1898 ഇദ്ദേഹത്തിന് ഡോക്ടറൽ ബിരുദം ലഭിക്കുകയും ചെയ്തു. നമ്മൾ എന്താ പഠിച്ചത്? ഹാർവാർഡ് സർവകലാശാലയിൽ വില്യം ജെയിംസിന്റെ ശിഷ്യനായിരുന്നു ഇദ്ദേഹം കൊളംബിയ സർവകലാശാലയിലെ പ്രൊഫസർ ആയിരുന്നു ഇദ്ദേഹം. ആര്? എഡ്വേർഡ് ലീ തോണ്ടെക് എന്ന് പറയുന്ന വ്യക്തി. ഈ എഡ്വേർഡ് ലീ തോണ്ടെക്കിന് 1898 ഡോക്ടറൽ ബിരുദം ലഭിക്കുകയാണ്. എന്ത്? അനിമൽ ഇന്റലിജൻസ്, മൃഗങ്ങളിലെ പഠനങ്ങളെ കുറിച്ച്. സോ ദ സൈക്കോളജി ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്ന പുസ്തകം, ഹ്യൂമൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം. സോ ഇദ്ദേഹമാണ് വ്യവഹാരവാദ കാഴ്ചപ്പാടുകളിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഷയത്തെ മനഃശാസ്ത്രവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ടാക്കിയത്. എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങളോട് ഞാൻ കട്ടയ്ക്ക് പറയുകയാണ്, ഇദ്ദേഹം എഡ്വേർഡ് ലീ തോണ്ടെക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്? ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി വില്യം വൂണ്ട് എന്ന് പറയുന്ന ഘടനാവാദിയാണ്. ഫാദർ ഓഫ് സൈക്കോളജി വില്യം വൂണ്ട് എന്ന് പറയുന്ന ഘടനാവാദിയാണ്. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി അത് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന സൈക്കോ അനലിസ്റ്റ് ആണ്. എന്നാൽ വ്യവഹാരവാദ കാഴ്ചപ്പാടുകളിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ കെട്ടുറപ്പ്, അത് ഉറപ്പിക്കാൻ പര്യാപ്തപരമായിട്ടുള്ള അനവധി കോൺട്രിബ്യൂഷൻ എന്തിനു പറയുന്നു? പഠനത്തിന്റെ പ്രാഥമിക നിയമങ്ങൾ പോലും സംഭാവന നൽകിയിട്ടുള്ള മഹാനായിട്ടുള്ള വ്യക്തിയാണ് എഡ്വേർഡ് ലീ തോണ്ടെക്. ഞാനതുകൊണ്ട്, നിങ്ങളതുകൊണ്ട്, ദ വേൾഡ് കൺസിഡർ, നമ്മൾ എല്ലാവരും കൺസിഡർ ചെയ്യുന്നു, ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് എഡ്വേർഡ് ലീ തോണ്ടെക് ആണ്. സോ ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തം, ഇദ്ദേഹം മുന്നോട്ട് വെച്ച സിദ്ധാന്തം എന്താണ്? ഇദ്ദേഹം മുന്നോട്ട് വെച്ച സിദ്ധാന്തത്തിന്റെ പേര് ശ്രമപരാജയ സിദ്ധാന്തം. നമ്മൾ കുട്ടിക്കാലം മുതലേ അറിവുകൾ നേടുന്നത് ശ്രമപരാജയത്തിലൂടെയാണ്, ട്രയൽ ആൻഡ് എററിലൂടെയാണ്, ശ്രമപരാജയത്തിലൂടെയാണ്. എടാ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ, തെറ്റാതെ കണക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വീഴാതൊരു കുട്ടി നടന്നിട്ടുണ്ടോ? സൈക്കിൾ ചവിട്ടിയത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? പരാജയപ്പെട്ടാണ് നമ്മൾ പഠിച്ചത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രമപരാജയ സിദ്ധാന്തം ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു, പിന്നീട് അത് നേടുന്നു. അപ്പോൾ ശ്രമപരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ തിയറി, സംബന്ധവാദം അല്ലെങ്കിൽ ബന്ധ സിദ്ധാന്തം. സോ ഇനി പരീക്ഷ നോക്കുക, ഈ രണ്ട് പേരുകൾ ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ പേരുകളായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് ശ്രമപരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഹാർവാർഡ് സർവകലാശാലയിൽ വില്യം ജെയിംസിന്റെ ശിഷ്യനായിരുന്ന, കൊളംബിയ സർവകലാശാലയിൽ പ്രൊഫസറായിരുന്ന, 1898 മൃഗങ്ങളിലെ പഠനത്തിന് ഡോക്ടറൽ ബിരുദം നേടിയ, ഹ്യൂമൻ ലേണിംഗ് എന്ന പുസ്തകം എഴുതിയ, ദ സൈക്കോളജി ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആര്? ഈ എഡ്വേർഡ് ലീ തോണ്ടക്കിനെ നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടാം. ഇദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. ഇദ്ദേഹത്തിന്റെ പഠനങ്ങൾ, ഇദ്ദേഹത്തിന്റെ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടുകൾ നമ്മൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തി. ആ എക്സ്പെരിമെന്റിന് അദ്ദേഹം ഉപയോഗിച്ച ജീവിയുടെ പേരാണ് ക്യാറ്റ് ഇൻ ദ പസിൽസ് ബോക്സ്, അതായത് പ്രശ്നപേടകത്തിലെ പൂച്ചയാണ് എഡ്വേർഡ് ലീ തോണ്ടക് ഉപയോഗിച്ച ജീവി. നമുക്ക് നേരത്തെ അറിയാം, എലികളിലും പ്രാവുകളിലും പരീക്ഷണം നടത്തിയത് സ്കിന്നറാണ്, നായയിൽ പരീക്ഷണം നടത്തിയത് പാവ്ലോവാണ്. സ്കിന്നറും പാവ്ലോവും തോണ്ടയ്ക്കും ജെ.ബി. വാട്സണും ഇവരെല്ലാവരും വ്യവഹാരവാദികളാണ്, ഇവരെല്ലാവരും ബിഹേവിയറിസ്റ്റുകളാണ്, ഇവരെല്ലാവരും ബിഹേവിയർ സൈക്കോളജിയുടെ വക്താക്കളാണ്. സോ എഡ്വേർഡ് ലീ തോണ്ടയ്ക്കും പരീക്ഷണം നടത്തി. എഡ്വേർഡ് ലീ തോണ്ടക് പരീക്ഷണം നടത്തിയ ജീവി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? പൂച്ചയാണ്. നമ്മുടെ സിദ്ധാന്തത്തിന്റെ പേരെന്താ മക്കളെ? ശ്രമപരാജയ സിദ്ധാന്തം എന്നല്ലേ? സ്വാഭാവികമായും ഇദ്ദേഹത്തിന്റെ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന ഈ സിദ്ധാന്തം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയി പരീക്ഷണം നടത്തിയതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു പൂച്ചയെ ഒരു കൂട്ടിലടച്ചു. ആ ചിത്രത്തിൽ നമുക്ക് കാണാം. ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരു പൂച്ചയെ കൂട്ടിലടച്ചിട്ടുണ്ട്. ആ പൂച്ചയുടെ മുമ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ ഒരു മത്സ്യവും ഇരിക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു ഫിഷ്, ഇവിടെ ഒരു മത്സ്യമുണ്ട്. സ്വാഭാവികമായും നമുക്ക് തോന്നാം, ഈ കൂട്ടിലടച്ചിരിക്കുന്ന ഈ പൂച്ചയ്ക്ക് വിശക്കുമ്പോൾ ഈ ഫിഷ് എടുത്ത് കഴിക്കണം. ഈ ഫിഷ് എടുത്ത് കഴിക്കാൻ പൂച്ച ആവുന്നത്ര ശ്രമിക്കുന്നു, കൈയിട്ട് പുറത്തേക്ക് നോക്കുന്നു, എന്നിട്ട് അകത്ത് കിടന്ന് കരയുന്നു. എന്നിട്ടൊന്നും അകലെയിരിക്കുന്ന ഈ പാത്രത്തിലെ മത്സ്യം ആർക്കെടുക്കാൻ കഴിയുന്നില്ല? പൂച്ചയ്ക്കെടുക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? പൂച്ച അകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. നോക്കിയേ, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇവിടെ പൂച്ചയ്ക്ക് ഈ പറയുന്ന മത്സ്യം എടുക്കണമെങ്കിൽ ദാ ഈ കൊളുത്ത് മാറ്റി സാക്ഷി തുറന്ന് പുറത്തേക്ക് വന്ന് ഈ വാതിൽ വഴി പുറത്തേക്ക് വന്നെങ്കിൽ മാത്രമേ ഈ മത്സ്യം എടുക്കാൻ കഴിയൂ. അൺഫോർച്ചുനേറ്റ്ലി അതിനുള്ള വഴി അതിനറിയത്തില്ല, ഓൾറെഡി അത് പ്ലാൻഡ് അല്ല. പക്ഷേ ഇത് നിരവധി ശ്രമങ്ങൾ നടത്തി. നിരവധി ശ്രമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൈയിട്ടെടുത്തു, അതുപോലെ തന്നെ കൈയിട്ടെടുക്കാൻ ശ്രമിച്ചു, സാക്ഷികൾ അമർത്താൻ ശ്രമിച്ചു, അങ്ങോട്ടോടാൻ ശ്രമിച്ചു, ഇങ്ങോട്ടോടാൻ ശ്രമിച്ചു. ഒരുപാട് സമയം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഏകദേശം 1 മണിക്കൂർ കൊണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം. 1 മണിക്കൂർ കൊണ്ട് എങ്ങനെയൊക്കെയോ ഈ സാക്ഷ അത് മാറ്റി ഈ ഡോറ് തുറന്ന് പുറത്തിറങ്ങി മത്സ്യം തിന്നുന്നു. സോ ഇവിടെ സക്സസ് ആയി, ഇവിടെ വിജയിച്ചു. ഇവിടെ നോക്കുക, ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പറഞ്ഞ സാക്ഷ്യ തുറന്ന് പുറത്തിറങ്ങാൻ ഇതിനൊരു മുന്നറിവില്ല. ഇത് പുറത്തിറങ്ങണമെങ്കിൽ പുറത്ത് ഇതിനെ ഇറക്കാൻ അനുയോജ്യമായ എന്തെങ്കിലും ഒരു ചോദകം വേണം. ഇവിടെ മത്സ്യം എന്ന് പറയുന്നതാണ് ചോദകം. ഈ മത്സ്യം എന്ന് പറയുന്ന ചോദകം എടുക്കണമെങ്കിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. ഈ മത്സ്യം എന്ന ചോദകം എടുക്കാൻ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. ആ സാധനത്തിന്റെ പേരാണ് വിശപ്പ്. അപ്പോൾ വിശപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പൂച്ചയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എന്ത് തോന്നത്തുള്ളൂ? ഈ പറഞ്ഞ മത്സ്യം എടുത്ത് കഴിക്കാൻ തോന്നത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഈ റിസ്ക് ഉള്ള അല്ലെങ്കിൽ ഈ പരിപാടികളെല്ലാം ചെയ്തുകൊണ്ട് പൂച്ചയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയൂ. സ്വാഭാവികമായും നമ്മൾ ഇവിടെ ഈ ഒരു സിദ്ധാന്തത്തിന്റെ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൂച്ച ആദ്യമേ സന്നദ്ധനാകണം. പൂച്ച സന്നദ്ധനാകണമെങ്കിൽ പൂച്ചയ്ക്ക് വിശപ്പ് വേണം. അതുപോലെ തന്നെ പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം എന്ന് പറയുന്ന സന്നദ്ധതയാണ്. അതുകൊണ്ട് ഈ പൂച്ച എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങി എന്ത് ചെയ്തു? മത്സ്യമെടുത്തു. വീണ്ടും വൈകുന്നേരമായപ്പോൾ വീണ്ടും പൂച്ചയെ കൂട്ടിലടച്ചു. ഇതേ കണക്ക് തന്നെ മത്സ്യം വെച്ചു. പൂച്ച നേരെ പോയി സാക്ഷി തുറന്ന് കതവ് തുറന്ന് പുറത്തു വന്നില്ല. പൂച്ച വീണ്ടും കിടന്ന് കരഞ്ഞു. പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. ദാ ഇവിടെ നോക്കുക, ഏകദേശം 45 മിനിറ്റ് കൊണ്ട് പൂച്ച പുറത്തിറങ്ങി വീണ്ടും മത്സ്യമെടുത്തു.
രാത്രിയായി വീണ്ടും പൂച്ചയെ കൂട്ടിലടച്ചു. സ്വാഭാവികമായും പുറത്ത് മത്സ്യം വെച്ചു. പൂച്ച പെട്ടെന്ന് ഒന്ന് തുറന്ന് പുറത്തിറങ്ങിയില്ല. നേരെ മറിച്ച് ഒരു 30 മിനിറ്റ് പ്രയത്നത്തിനൊടുവിൽ പൂച്ച പുറത്തു വന്ന് മത്സ്യമെടുത്തു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് പൂച്ചയെ കൂട്ടിലടച്ചിട്ട് മത്സ്യം കൊണ്ടുവച്ചാൽ പെട്ടെന്ന് തന്നെ വിത്തിൻ മിനിറ്റ്സ് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ പൂച്ച സാക്ഷി തുറന്ന് പുറത്തിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമായി. അപ്പോൾ ഇവിടെ ഈ സിദ്ധാന്തത്തിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അത് ആ പരീക്ഷണത്തിൽ കൃത്യമായി ഞാൻ ഇവിടെ വിവരിച്ചിട്ടുണ്ട്, നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ. തൻ്റെ പ്രശ്ന പരിഹരണ പെട്ടിയിൽ ഒരു പൂച്ചയെ അടച്ചു. ബോക്സിന് മുമ്പിൽ ഒരു മത്സ്യം വെച്ചു. പൂച്ചയ്ക്ക് പുറത്തു വരണമെങ്കിൽ വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ 3 വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ലോക്ക് വിടുവിക്കാനായി ഒരു ദണ്ട് പിടിച്ചു വലിക്കണം. ഒരു ലിവറിൽ കയറി നിൽക്കുക. സാക്ഷി നേരെ നിർത്തുക. ദീർഘനേരത്തെ ശ്രമഫലമായി പൂച്ച കൂട് തുറക്കുകയും മത്സ്യത്തിനടുത്തേക്ക് ഓടിയെത്തി ഭക്ഷിക്കുകയും ചെയ്തു. ചോദകം, മത്സ്യം ഞാൻ പറഞ്ഞതാണ്. പലതരത്തിലുള്ള വീക്ഷണം എന്താണെന്ന് നോക്കേ. പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി അവസാനം വിജയിക്കുക. പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഞാൻ ഇതിന് കുറച്ചുകൂടി നല്ലൊരു ആപ്റ്റായിട്ടുള്ള ഒരു വാക്ക് കൊടുക്കുകയാണ്. പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി അവസാനം വിജയിക്കുക. ചുറ്റുപാടുകളെ കാര്യമായി നിരീക്ഷിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ഒരു മാർഗം കണ്ടെത്തുക. ഒബ്സർവ് ചെയ്ത് പ്രശ്നപരിഹാരത്തിന് ഒരു മാർഗം കണ്ടെത്തുക. പരീക്ഷണം ആവർത്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പൂച്ച കൂട്ടിനുള്ളിൽ നിന്നും പുറത്തു വരാൻ എടുക്കുന്ന സമയം കുറയുന്നു. കൃത്യമായി ഞാൻ അത് ആ ചിത്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട്. ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കപ്പെടുകയും തെറ്റായ ചലനങ്ങൾ നിരാകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പഠനത്തെ ശ്രമപരാജയ പഠനം എന്ന് പറയുന്നു. അപ്പോൾ ആദ്യമേ എടുത്തപ്പോൾ ഒരുപാട് തെറ്റായ മൂവ്മെന്റുകൾ നടത്തി. യഥാർത്ഥത്തിൽ ലിവർ തൊട്ട് സാക്ഷി തുറന്ന് സാക്ഷി നേരെ നിർത്തി പുറത്തേക്ക് വരേണ്ട പൂച്ച, വളരെ തുച്ഛമായ പ്രവർത്തനങ്ങൾ മാത്രം നടത്തി പുറത്തേക്ക് വരേണ്ട പൂച്ച ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. നിങ്ങൾ നോക്കിയേ, മാത്തമാറ്റിക്സിന്റെ ഒരു പ്രോബ്ലം ചെയ്യുകയാണ്. മാത്സിന്റെ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ഒരു മെത്തേഡ് ഇടുന്നു, ഫെയിൽ ആവുന്നു. രണ്ടാമത് വേറൊരു വഴി നോക്കുന്നു, ഫെയിൽ ആവുന്നു. അങ്ങനെ ഒരു 10 വഴി നോക്കി ഫെയിൽ ആയാൽ വീണ്ടും അതേ കണക്ക് ഒരു ക്വസ്റ്റ്യൻ ഇട്ടാൽ നമ്മൾ 10ാമത്തെ വഴി എടുക്കുമോ? 1 മുതലുള്ള വഴികൾ എടുക്കുമോ? ഇല്ല. നമ്മൾ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിയിട്ട് ശരിയായ പ്രവർത്തനം മാത്രം നോക്കിയപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് പൂച്ച പുറത്തിറങ്ങി വന്ന് എന്ത് ചെയ്തു? മീനെടുത്തു. ഇവിടെ നോക്കുക, ഇവിടെ SR ടൈപ്പ് ബന്ധം, സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധമാണല്ലോ വ്യവഹാരവാദം എന്ന് പറയുന്നത്. ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് ആസ്ഥാനം. ഈ ഒരു സാധനമാണ് ഈ തിയറിയുടെ ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത്. ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ്. എന്താണ് ചോദകം എന്ന് പറയുന്നത് മത്സ്യമാണ്. എന്താണ് പ്രതികരണം? ആ മത്സ്യം എടുക്കാൻ അവൻ കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ആ പ്രതികരണം എന്ന് പറയുന്നത് സന്നദ്ധമായ പ്രതികരണമാണ്. വിശപ്പ് ശമിക്കണമെങ്കിൽ മാത്രമേ അവന് ആ പ്രവർത്തനങ്ങൾ നടത്തി പുറത്തിറങ്ങാൻ പറ്റൂ. ഇനി ഈ സാധനത്തെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുപോവാ. എന്നതാ മക്കളെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നാൽ പഠിക്കാൻ സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രമേ അവൻ പ്രതികരണം നടത്തൂ, അവൻ പ്രവർത്തിക്കൂ. സോ സന്നദ്ധതയും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനം. അതായത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനം. ഒരു സംശയവുമില്ല. ഈ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മൃഗങ്ങളിൽ, അതായത് പൂച്ചയിൽ നടത്തിയ ഈ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം വിദ്യാഭ്യാസ മേഖലയ്ക്ക്, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവാണല്ലോ ഇദ്ദേഹമാണല്ലോ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവായ എഡ്വേർഡ് ലീ തോണ്ടക്ക് പഠന നിയമങ്ങളെ 2ആയി അവതരിപ്പിച്ചു നമ്മുടെ മുമ്പിലേക്ക്. 2 തരത്തിൽ പഠന നിയമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പ്രാഥമിക നിയമവും 2 ദ്വിതീയ നിയമവും. അതിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ലോസ് ആണ് പ്രാഥമിക നിയമങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലെ പ്രാഥമിക നിയമങ്ങൾ, എഡ്വേർഡ് ലീ തോണ്ടക്കിന്റെ പ്രാഥമിക നിയമങ്ങൾ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കം ഇത്രത്തോളം മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്നതെന്ന്. സോ പ്രാഥമിക നിയമമുണ്ട്, ദ്വിതീയ നിയമവുമുണ്ട്. പ്രാഥമിക നിയമങ്ങളെ ട്രൈലോഗി ഓഫ് ലേണിംഗ് എന്നാണ് പറയുന്നത്. അതായത് പഠന നിയമത്രയം എന്നാണ് പറയുന്നത്. ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാനപരമായ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനിൽ കൺസെപ്റ്റ് കൺസിഡർ ചെയ്യുന്നത് പ്രൈമറി ലോസ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് ലോ ഓഫ് റെഡിനെസ്, സന്നദ്ധതാ നിയമം. 2 ലോ ഓഫ് എക്സസൈസ്, ആവർത്തന നിയമം. 3 ഫല നിയമം, ലോ ഓഫ് എഫക്റ്റ്.
അവിടെ നോക്കിയടാ, പൂച്ചയ്ക്ക് സന്നദ്ധത ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൂച്ച നിരന്തരം പ്രവർത്തിച്ചു, അഭ്യസിച്ചു അല്ലേ? അങ്ങനെ നിരന്തരം അഭ്യസിച്ചതിന്റെ ഫലമായി പൂച്ചയ്ക്ക് എന്ത് കിട്ടി? ഫലം കിട്ടി, മത്സ്യം കിട്ടി. അതാണ് സന്നദ്ധതാ നിയമം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫല നിയമം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ആ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ആപ്പിലുണ്ട്, എൻ്റെ ക്ലാസ് തന്നെ ഉണ്ട്, MCQs ഉണ്ട്, PYQs ഉണ്ട്. അതുകൊണ്ട് ആ ക്ലാസ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. എൻ്റെ 9ാമത്തെ ബാച്ച്, ഏറ്റവും പുതിയ 9ാമത്തെ ബാച്ച് എൻട്രിയിൽ ആരംഭിക്കുകയാണ്. എത്രയും വേഗം ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. നോക്കുക, തോണ്ടക്കിന്റെ സിദ്ധാന്തങ്ങളിൽ പെടാത്തത് ഏത് എന്നൊരു ചോദ്യം വന്നു. ഫല നിയമം, സന്നദ്ധതാ നിയമം, അഭ്യാസ നിയമം, പൂർത്തീകരണ നിയമം. ഇത് നമ്മളിപ്പം പഠിച്ചതേ ഉള്ളൂ. പൂർത്തീകരണ നിയമം എന്ന് പറയുന്നത് ജസ്റ്റാൾട്ട് ലോ ആണ്. അതൊരിക്കലും അത് തോണ്ടക്കിന്റെ പ്രാഥമിക നിയമങ്ങളല്ല. സ്വാഭാവികമായും നമുക്ക് പൂർത്തീകരണ നിയമം ഉത്തരമായിട്ട് വരും. സോ കൂടുതൽ ക്ലാസ്സുകളും കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എൻട്രിയിലേക്ക് വന്ന് സ്വീകരിക്കാവുന്നതാണ്. സോ ഇന്ന് ഇതിവിടെ വെച്ച് അവസാനിക്കുന്നു. ഇതിന്റെ ബാക്കി ഒരുപാട് പോർഷൻസ് ഉണ്ട്. അതൊക്കെ ആപ്പിൽ നമുക്ക് ക്ലാസ്സുകളായിട്ടുണ്ട്. കേൾക്കണമെങ്കിൽ, അറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ, പരിചയപ്പെടണമെങ്കിൽ നിങ്ങൾ ആപ്പിലേക്ക് വരിക. ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് മീ മീറ്റ് അഗൈൻ. താങ്ക് യു. എൻ്റെ ഗോൾഡ് ബാച്ചിൻ്റെ കാര്യം മറക്കല്ലേ. Join now.